എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 3 ശ്ലോകം 27, 28, 29, 30 4 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഭാഗവത ധർമ്മങ്ങളെ ശീലിക്കണം എന്നതാ പിന്നെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്ലോകം 27. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രവണം കീർത്തനം ധ്യാനം ഹരേ അത്ഭുതകർമ്മണ ജന്മകർമ്മഗുണാനാം ച തദർത്ഥേ അഖിലചേഷ്ടിതം. ഭക്തന്മാരുടെ സകല സന്താപങ്ങളെയും സംഹരിക്കുന്ന ഹരിയുടെ അവതാരം, ഭഗവാൻ അതിൽ ചെയ്ത ലീലകള്, ഭക്തവാത്സല്യം, ഇതെല്ലാം കേട്ട് ആനന്ദിക്കുക. താൻ തന്നെ അതിങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക, മനസ്സുകൊണ്ട് ധ്യാനിക്കുക. ഇതെല്ലാം ആണ് ഭാഗവത ധർമാനുഷ്ഠാനങ്ങൾ. അനേകം അത്ഭുത പ്രവൃത്തികള് ഭഗവാൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് കേൾക്കുന്തോറും തൃപ്തി വരാതിരിക്കുകയും ചെയ്യും. എത്ര കേട്ടാലും മതിയാവില്ല ഭഗവാന്റെ ലീലകൾ. ഭാഗവത ധർമ്മം ചുരുക്കി പറയാം, പ്രവർത്തിക്കുന്നതെല്ലാം ശ്രീഹരിയെ പൂജിക്കാൻ തന്നെയാണ് എന്നുള്ള ആ പരമാർത്ഥത്തിൽ നിന്ന് തെറ്റാതെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യുക. അതാണ് ഭാഗവത മുഖ്യധർമ്മം. ഇഷ്ടം ദത്തം തപോജപ്തം വൃത്തം യച്ചാത്മനപ്രിയം ദാരാൻ സുതാൻ ഗൃഹാൻ പ്രാണാൻ യൽ പരസ്മൈ നിവേദനം. വേദത്തിൽ പറഞ്ഞ വിധം ചെയ്യുന്ന യാഗാദി കർമ്മങ്ങള്, സ്മൃതിയിൽ പറഞ്ഞ വിധം ചെയ്യുന്ന ദാനാദി കർമ്മങ്ങള്, കൽപ്പോക്തങ്ങളായ ഏകാദശി മുതലായ വ്രതങ്ങളുടെ അനുഷ്ഠാനം, മന്ത്രങ്ങളുടെ ജപം, ലൗകികമായും വൈദികമായുമുള്ള എല്ലാ പ്രവൃത്തികളും, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ, പുത്രന്മാര്, വീട്, ദേഹം, ഇന്ദ്രിയം, അന്ധകരണം, ഇവയെല്ലാം പരമപുരുഷനായ ഭഗവാനായിക്കൊണ്ട് സമർപ്പിക്കണം. ഇവയെല്ലാം ഭഗവാനെ ആരാധിക്കാനുള്ള ഉപകരണങ്ങളാണ് എന്ന ആ ഭാവം അല്ലാതെ സ്വന്തം സുഖത്തിനുള്ളതാണ് എന്ന് ഒരിക്കലും വിചാരിക്കാതിരിക്കുന്നതാണ് സമർപ്പണം. ഏവം കൃഷ്ണാത്മനാഥേഷു മനുഷ്യേഷു ച സൗഹൃദം പരിചര്യാം ചോഭയത്ര മഹത്സു നൃഷു സാധുഷു. ശ്രീകൃഷ്ണൻ തന്നെ രക്ഷിതാവ്, അന്യരക്ഷയില്ല. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന് ആ പരമാർത്ഥ വിചാരത്തോടു കൂടിയിരിക്കുന്ന മനുഷ്യരിൽ അങ്ങനെയുള്ളവരെ കൂടുതൽ ഇങ്ങനെ സ്നേഹിക്കുക. വൃക്ഷാദി സ്ഥാവരങ്ങളെയും മനുഷ്യാദി ജംഗമങ്ങളെയും ഈശ്വരന്റെ സ്വരൂപം എന്ന് കരുതി യഥോചിതം പൂജിക്കുകയും വിശേഷിച്ച് ഭഗവത് ഭക്തന്മാരെയും തങ്ങൾക്കും അന്യർക്കും ഉപകാരം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്ന സാധുക്കളെയും പൂജിക്കുക. ഇങ്ങനെയുള്ള പ്രവൃത്തികൾ തന്നെയാണ് ഭാഗവത ധർമ്മങ്ങൾ. ഇവ നിരന്തരം അനുഷ്ഠിക്കുന്നത് ഭഗവത് പ്രീതിക്ക് കാരണമായിരിക്കും. വൃക്ഷാദികൾ നിമിത്തം എത്രയോ ജന്തുക്കൾക്ക് ഉപകാരമുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ വൃക്ഷങ്ങൾ ധാരാളം നട്ടു വളർത്തി വേണ്ടും വിധം ശുശ്രൂഷിക്കുന്നത് തന്നെ സ്ഥാവര പൂജ. ഇതിലും വെച്ച് ശ്രേഷ്ഠമാണ് വലഞ്ഞു വരുന്ന മനുഷ്യരെ സഹായിക്കുന്നത്. മനുഷ്യർക്ക് ഉപകാരമായി വരാവുന്നതായ ധർമ്മങ്ങൾ നടത്തുക, മനുഷ്യരിലും വെച്ച് പരോപകാരത്തിനായി ശ്രമിക്കുന്നവരെ സഹായിക്കുക, പൂജിക്കുക, ഇതൊക്കെ ചെയ്യണത് അധികം ശ്രേഷ്ഠം. ഭഗവത് ഭക്തന്മാരായ മഹാന്മാരെ ശുശ്രൂഷിക്കുക, അവർക്ക് ഉപകാരം ചെയ്യുക എന്നീ പ്രവൃത്തികൾ എല്ലാറ്റിനെയും ഉയർന്ന ഭജനമാണ്. ഈശ്വരനെ പൂജിക്കേണ്ടത് ഇങ്ങനെയാണ്. സൂക്ഷ്മമായിട്ട് ആലോചിക്കുന്നവർക്ക് ഈശ്വരന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെ ഈ ചരാചരവും എന്ന അറിവ് ഉണ്ടാവും. ഈ ഭാവം എപ്പോഴും അഭ്യസിക്കണം. പരസ്പരാനുകഥനം പാവനം ഭഗവത് യശ മിഥോരതിർമിഥതുഷ്ടി നിവൃത്തിർമിഥ ആത്മന. ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് അങ്ങനെ അന്യോന്യം സംസാരിച്ചു കൊണ്ടിരിക്കുക. അത് ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് മുഖ്യ സാധനയാണ്. ഭഗവത് ഭക്തന്മാരോട് സംസർഗം സിദ്ധിച്ചാൽ മാത്രമേ ഈ മുഖ്യ സാധന ശീലിക്കാൻ സംഗതി വരുള്ളൂ അല്ലെ? ഇത് തന്നെയാണ് സജ്ജന സംസർഗത്തിനുള്ള മാഹാത്മ്യം. ഇങ്ങനെ ക്രമേണ ഭാഗവത ധർമ്മങ്ങൾ അഭ്യസിക്കണം. ഭഗവത് കഥാ കീർത്തന ശ്രവണാദികളിൽ പ്രീതി അധികരിക്കും തോറും ആ വിഷയങ്ങളോടുള്ള വിരക്തി വരിക
വളരും. തന്നിമിത്തം അവയെക്കുറിച്ചുള്ള ചിന്തയും അവ അനുഭവിക്കാനുള്ള ആശയും ക്രമേണ അങ്ങനെ ചുരുങ്ങി വരും. ചളിയില്ലാത്ത കണ്ണാടിയിലെ തന്റെ മുഖം സ്പഷ്ടമായി പ്രതിബിംബിക്കുന്നത് പോലെ നിർമ്മലമായ അന്ധകരണത്തിൽ ആത്മാനന്ദം സ്ഫുരിക്കുകയും അതിന്റെ അടയാളമായ സന്തോഷം ഹൃദയത്തിന് അനുഭവഗോചരമായി വരികയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം എന്തെന്നാൽ ഉപരിയുപരി സുഖം കാക്ഷിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. വിഷയസുഖത്തെക്കാൾ എത്രയോ അധികം ശ്രേഷ്ഠമായ സുഖം അനുഭവപ്പെടുമ്പോൾ മനസ്സ് താനേ തന്നെ തുച്ഛ വിഷയങ്ങളിൽ നിന്നും അടങ്ങുന്നു. ദേഹാദികളിൽ ഞാൻ എന്നുള്ള ഭാവത്തിനു കൂടി നാശം ഭവിക്കുന്നു. എപ്പോൾ ദേഹാദികളിലുള്ള ആത്മത്വബുദ്ധി നശിച്ചുവോ അപ്പോ അനർത്ഥവൃക്ഷത്തിന്റെ വേരറ്റ് താപശാഖകൾ എങ്ങനെ ഉണങ്ങിത്തുടങ്ങി രജോ ഗുണത്താൽ ഇളക്കി തീർക്കപ്പെടുന്ന മനോമർക്കടന്റെ ചാട്ടം ഒതുങ്ങി പ്രസന്നേ ത്വയ്യന്ത കിമിവഹി ഫലം പുഷ്യതി നതേ. അല്ലയോ മനമേ, നീ പ്രസാദിച്ചാൽ നിനക്ക് സിദ്ധിക്കാത്ത പരമസുഖം എന്തിരിക്കുന്നു? നീ എന്തിനാ ഒതുങ്ങിയിരിക്കുക എന്നിങ്ങനെ മനസ്വഭാവത്തെ ധരിച്ച മഹാന്മാര് പ്രാർത്ഥിക്കുന്നതിന്റെ സാരം അപ്പോൾ ധരിക്കാൻ ഇടവരികയും ആത്മാനന്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഇതിനെല്ലാം ആദി കാരണം സജ്ജന സംസർഗം. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.